സ്വാമിജി പറഞ്ഞ പോലെ ആ പെണ്ണിനെ തട്ടിക്കൊണ്ടുവരേന് നിവൃത്തിയുള്ളൂ. രാമേന്ദ്ര, വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട. പിന്നെ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത്? തട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞ പോലീസ് കേസ്. കൊല്ലാനൊന്നും അല്ലല്ലോ. അത്ര പേടിയാണ്. നീ നിന്റെ പാട്ടിന് പോയിക്കോ. ഞാൻ ഏതായാലും തീരുമാനിച്ചു കഴിഞ്ഞു. ഒന്ന് രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയില്ല. അത് വേണോ? വേണം. എങ്ങനെ തട്ടിക്കൊണ്ടുവരുന്ന? അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. രാമേന്ദ്ര, നീ എന്റെ കൂട്ടുകാരനല്ലേ? വേറൊരു മാർഗവും കാണുന്നില്ലെങ്കിൽ എന്തിന് ഞാനും കൂടെ നിൽക്കും. അത് വേണ്ട. നീ വല്ല വിട്ടിത്വം കാണിച്ചാലേ സംഗതി പൊളിയും. ഒന്നും കാണിക്കില്ല. നീ പറയുന്നത് അക്ഷരം പ്രതി ഞാൻ അനുസരിക്കാം. അല്ല രാമേന്ദ്ര, എങ്ങനെയാ പെൺകുട്ടിയെ തട്ടുക? എത്രയോ സിനിമകൾ കണ്ടിട്ടുള്ളതല്ലേ. എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാതിരിക്കില്ല. അതാ വന്നുകൊണ്ടിരിക്കുകയാണ് രാമേന്ദ്ര. മകളെ, യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. എന്താ മകളെ നിന്റെ പേര്? ആശ. കുർബാന നടക്കുന്ന സമയം മുഴുവൻ ഞാൻ കുഞ്ഞിനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ഞാനും. നിന്റെ മനസ്സിൽ എന്തോ കലങ്ങി മറിയുന്ന പ്രശ്നങ്ങളുള്ളത് പോലെ നീ ഏതോ പരീക്ഷയെ നേരിടുകയാണ്. പരീക്ഷ ഇനി ഒരു 4 മാസം കഴിഞ്ഞുള്ളൂ ഫാദർ. ആമേൻ. ആ പരീക്ഷ അല്ല മകളെ ഞാൻ ഉദ്ദേശിച്ചത്. സ്വർഗയാത്രയുടെ പാതയിൽ അബലരായ മർത്തരുടെ ഹൃദയങ്ങളെ പരിശോധിപ്പാൻ വേണ്ടി സർവശക്തനായ കർത്താവ് നടത്തുന്ന പരീക്ഷയാണ്. ഞാൻ 2 അച്ഛന്മാരെയും മുമ്പ് കണ്ടിട്ടില്ലല്ലോ. കാണാൻ വഴിയില്ല. ഞങ്ങൾ അച്ഛന്മാരായിട്ട് അധിക സമയമൊന്നും ആയില്ലല്ലോ. അച്ഛനധികം സംസാരിക്കുന്നില്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്? കുട്ടിയോട് ഞാൻ സംസാരിച്ചോളാം. മകളെ, ഈ ഇടവകയിലെ കുഞ്ഞാടുകൾക്ക് സാരോപദേശം നൽകി നന്മയുടെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ് ഞങ്ങൾ. കാണാൻ കഴിഞ്ഞാൽ സന്തോഷം. ഞാൻ വരട്ടെ ഫാദർ. പോവാൻ വരട്ടെ മകളെ. കുംഭസാരക്കൂട്ടിൽ പറയാൻ മടിക്കുന്ന എന്തോ ഒന്ന് നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാനിലേക്ക് കയറുന്നത് എന്താണെന്നൊന്ന് പറയാമോ? സംസാരിക്കാൻ വാൻ എന്തിനാ ഫാദർ? വാനിൽ സംസാരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കയറിക്കോ മകളെ. പിടിച്ചു വലിച്ചം കയറ്റിയാലോ? ആമേൻ. വന്നാലും മകളെ, എനിക്കൊന്നും സംസാരിക്കാനില്ല ഫാദർ. എന്തെങ്കിലും സംസാരിക്കാൻ കാണും, ഓർത്തു നോക്കൂ. ഏതായാലും നമുക്ക് വാനിലേക്ക് കയറി സംസാരിക്കാം. മടിക്കണ്ട, പേടിക്കണ്ട. ഞങ്ങൾ ശരിക്കുള്ള അച്ഛന്മാര് തന്നെയാ. ഇനി ഒട്ടും സമയം എനിക്കൊന്നും സംസാരിക്കാനില്ല. കുമ്പസാരക്കുട്ടി പറയുന്നത് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ കാര്യം? നമ്മുടെ എലഞ്ഞിക്കലെ മറിയാമ്മച്ചടത്ത് പോകാൻ സമയം കിടക്കുക. അച്ഛന്മാർ ഒന്ന് വരണം. ഓഹോ, മറിയ ധൈര്യമായിട്ട് പൊക്കോട്ടെ. ഞങ്ങൾ സർവ്വവിധ മംഗളങ്ങളും. അയ്യോ, സമയമല്ലോ. അന്ത്യകൂദാശിക്ക് ആളില്ല നിങ്ങൾ പറഞ്ഞില്ലേ? അച്ഛന്മാരൊന്ന് വന്നാട്ടെ. കൈയെടുക്കണോ? ഈ നാട്ടിൽ വേറെ അച്ഛന്മാരില്ലേ? ഞങ്ങൾ ഈ മകളെ ഒന്ന് കുമ്പസാരിപ്പിക്കട്ടെ. മകളെ, അന്ത്യകൂദാശിക്ക് ആളില്ല, നിങ്ങൾ തപ്പി അടക്കാന്ന് വെച്ചോ. പ്ലീസ് ഒന്ന് കയറിയട്ടെ. എന്താ ഉണ്ടാവോ? കഷ്ടമത് മനുഷ്യനെ എന്തോ നോക്കി വണ്ടി എടുക്ക. യൂസ്ലെസ്. തൃപ്തിയായില്ലടാ നിനക്ക്? നിന്നെ അങ്ങോട്ട് കെട്ടിയെടുത്ത് തൊട്ട് എനിക്ക് പ്രശ്നങ്ങളാ. അവരെന്തിനാ നമ്മളെ തല്ലിയത്? കൊല്ലാതെ വിട്ടത് ഭാഗ്യം. എടാ, ഒരു പള്ളിയിൽ അച്ഛൻ വെച്ച ആരാ? ക്രിസ്ത്യാനി. കാറിലിരുന്നോണ്ട് നീ ഗുരുവായൂരപ്പനെ വിളിക്കാൻ പോയത് എന്തിനാടാ? നിന്നെ ചുടാനോ? എടാ, ഈ ക്രിസ്ത്യാനി ഗുരുവായൂരപ്പനും തമ്മിൽ വല്ല ബന്ധമുണ്ടോടാ? വിഡി. അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ഞാനിനി 2 കൽപ്പിച്ചിറങ്ങാൻ പോവാ. ഞാനും. അയ്യ, ഇനി നിന്നെ കൊണ്ടൊരു പരിപാടിക്ക് ഞാനില്ല. അങ്ങനെ പറയല്ലേ രാമേന്ദ്ര. നമ്മൾ ഒരുമിച്ച് നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനല്ലേ. ഇനി നീ പറയാതെ 1 ഇഞ്ച് ഞാൻ മുന്നോട്ട് നീങ്ങില്ല. ഉറപ്പാണോ? സത്യം. അടുത്ത ശ്രമത്തിൽ എങ്ങനെയെങ്കിലും വിജയിച്ചേ പറ്റൂ. വളരെ ബഹൃത്തും തന്ത്രപൂർവമായ ഒരു നീക്കമാണ് ഞാൻ നടത്താൻ പോകുന്നത്. ഈശ്വരോ രക്ഷ. എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ രാമേന്ദ്ര? ഒന്നും മിണ്ടാതിരിടാ അവിടെ. ഈ വലയെ കുടുങ്ങോ? ശരിക്കും പിടിച്ചോണം നീ ഇത്. ഇനിയിപ്പോ എങ്ങനെയാ താഴോട്ടിറങ്ങ? എങ്ങനെ കയറിയത് അതുപോലെ ഇറങ്ങണം. ശരിക്കും പിടിച്ചോളാം രാമേന്ദ്ര. ഹലോ ഹലോ, അബോസൻ ഹിയർ. എന്നെ ഒരു വല വീശി പിടിച്ചിരിക്കുകയാണ്. പ്ലീസ് ഹെൽപ്പ്, പ്ലീസ് ഹെൽപ്പ്. വേർ ആർ യു? ബോംബെ. വേർ ആർ യു?
ആരത്? സാർ സാർ അവര് ഭയങ്കരന്മാരാണ് സാർ. ആര്? ആ കടുക്കനിട്ട റെഡ് ഇന്ത്യൻ സംഘം. ഞങ്ങൾ അത്ഭുതകരമായ കാഴ്ച കണ്ടാണ് സാർ വരുന്നത്. സബ് ഇൻസ്പെക്ടർ അബു ഹസനെ ഇന്ന് കടുക്കൻ ഗ്രൂപ്പ് വലയിട്ട് പിടിച്ചു. അബു ഹസനെയോ? എന്നിട്ട് ലക്ഷ്യം കിഡ്നാപ്പിംഗ് ആണോന്ന് അറിയില്ല, പക്ഷെ അയാളെ അവർ കൊണ്ടുപോയില്ല. ഒരു മുന്നറിയിപ്പ് കൊടുക്കാനായിരിക്കും. ഇവന്മാരൊരു ഭീഷണിയാകുകയാണല്ലോ. ഇവന്മാർക്ക് സ്വന്തം നാട്ടിൽ ആരുമില്ലേ കിഡ്നാപ്പ് ചെയ്യാൻ? ഇങ്ങോട്ട് കെട്ടിയെടുത്തു വന്നിരിക്കുന്നു. ആ പെകുച്ചിന്റെ കാര്യം എന്തായി? ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്രാവശ്യം അത് നടക്കും. രാമേന്ദ്രൻ, നമ്മൾ തേടിയ വള്ളി. വണ്ടി. ഹലോ, ആരാണ്? സിറ്റി ടൈഗേഴ്സ്. ഒരു പ്രധാന കാര്യം അറിയിക്കാനാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ഏക മകൾ ആശ സിറ്റി ടൈഗേഴ്സിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഷീ ഈസ് കിഡ്നാപ്ഡ്. ഹലോ, എന്താ? നിങ്ങൾ ആരാ? എവിടുന്നാ സംസാരിക്കുന്നത്? ആശ എവിടെയാ ഉള്ളത്? പറഞ്ഞില്ലേ, സിറ്റി ടൈഗേഴ്സിന്റെ താവളത്തിൽ ആ കുട്ടി സുരക്ഷിതയാണ്. ബിസിനസിന്റെ വിശദവിവരങ്ങളൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. പോലീസിനെയോ പത്രക്കാരെയോ മറ്റോ വിവരം അറിയിച്ചാൽ നിങ്ങളുടെ മകളുടെ ശവം മാത്രമേ എനിക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ ഹലോ, സ്വാമിജി, വെൽ ഡൺ. നിന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. പ്രതിബന്ധങ്ങൾ നീങ്ങി തുടങ്ങി. വിജയം എന്നും MRCയുടേത് മാത്രം. നോക്ക്, ഒരേ ഒരു ഓപ്പറേഷൻ കൊണ്ട് സിറ്റി ടൈഗേഴ്സ് പേരെടുത്തില്ലേ? പത്രത്തിന്റെ ഫ്രണ്ട് പേജിലാ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വാർത്ത വന്നിരിക്കുന്നത്. ഇനി നിന്നെയൊന്നും എനിക്ക് ആവശ്യമില്ല. നാണം കെട്ടവന്മാര്. എടാ, നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ തടി മണ്ണോ മാത്രം പോരാ, മൂള വേണം, മൂള. നിനക്കൊക്കെ ഈ പണി നിർത്തി വല്ല പോലീസിന് ചേർന്നൂടെ? ഒരബദ്ധം എല്ലാവർക്കും പറ്റും സാർ. ഞങ്ങൾക്ക് ഒരു ചാൻസ് കൂടെ തന്നൂടെ? സിറ്റി ടൈഗേഴ്സ് ആ കടുക്കനിട്ട ഗ്രൂപ്പാണെന്നാ തോന്നുന്നത്. മറ്റൊരു സംഘത്തിനും ഇത് ഇത്രയും വിജയിപ്പിക്കാനാവില്ല. വെണ്ടിപ്പോകരുത്. 100 വട്ടം ഞാൻ പറഞ്ഞതല്ലേ ആ കടക്കിലിട്ടവന്മാരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ, ആസ്ഥാനം കണ്ടുപിടിക്കാൻ. കഴിച്ചോ നിനക്കൊക്കെ? ആ പെണ്ണ് നമുക്ക് അവരുടെ കയ്യിൽ തിരിച്ചു പിടിക്കാം സാറേ. പുളുത്തും നീയൊക്കെ. എന്റെ ഈശോയെ, കോമ്പറ്റീഷൻ ഇല്ലാത്ത ഫീൽഡാണെന്ന് കരുതിയാ ഇതിലേക്ക് ഇറങ്ങിയത്. ഇപ്പൊ റെഡ് ഇന്ത്യൻസ്, മംഗോളിയൻസ്. ഫോൺ എന്റെ ചെവി പൊട്ടിയിട്ടൊന്നുമില്ല. ആ സ്വാമിജിയെ പറ്റിയായിരിക്കും. ഓ, ഞാൻ എന്ത് സമാധാനം പറയും? എന്റെ കർത്താവേ.
റാംബോ ചാക്കോച്ചൻ ഹിയർ. ചാക്കോച്ച ഇത് ഞാനാ സ്വാമിജി. എന്താ ഈ പറഞ്ഞ കാര്യം? എന്റെ ഈശോയെ, ഇന്നത്തെ പത്രം കണ്ടില്ലായിരുന്നോ? ആ അത് കണ്ടുകൊണ്ടാ തന്നെ വിളിച്ചത്. എന്തിനാടോ വലിയ കിഡ്നാപ്പിംഗ് ആണെന്നും പറഞ്ഞ് നടക്കുന്നത്? ഇപ്പൊ കണ്ടില്ലേ സിറ്റി ടൈഗേഴ്സ് ചുമ്മാ പുഷ്പം പോലെ കാര്യം നടത്തിയത്. അപ്പൊ സംഭവം മനസ്സിലായില്ല അല്ലേ? ഈ സിറ്റി ടൈഗേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാന്നാ? ആരാന്നാ? അത് ഞങ്ങള് തന്നെ ഒരു സഹോദര സ്ഥാപനമാ. പ്ലാനിങ് കംപ്ലീറ്റ് ഞാനല്ലേ നടത്തിയത്. എന്റെ പേരിൽ വാർത്ത വരാതിരിക്കാൻ പുതിയൊരു പേര് വെച്ചതാ. ഒലത്തി ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? താൻ ആരെടുത്താ വേലയിറക്കുന്നത്? ഏതോ ആണുങ്ങൾ ചെയ്ത കാര്യത്തിന് പങ്കുകൊള്ളാൻ വന്നിരിക്കുന്നു. തന്നെ ഈ പണിക്ക് കൊള്ളത്തില്ലടോ. അത് തീരുമാനിക്കാൻ താനാരാ? എടോ, കഴിഞ്ഞ 25 years ആയിട്ട് ഞാൻ ഈ ഫീൽഡിലുള്ളതാ. എനിക്ക് തൊഴിൽ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ ഈ താനാരാ? തനിക്കൊന്ന് നേരിട്ട് വന്നുകൂടെ? ഓ, ഒരു സ്വാമിജി. അങ്ങനെ നേരിട്ട് വന്നിട്ട് ഇപ്പൊ ഉണ്ടാക്കണ്ട. വാകയ്ക്ക് കൊള്ളാത്തവൻ. കടയടച്ച് വീട്ടിൽ പോയി തീടോ, മനുഷ്യനെ വിലക്കെടുത്താതെ. കൂടുതൽ വെച്ച് എത്തിക്കണ്ട. വേണമെന്ന് വെച്ചാ സിറ്റി ടൈഗേഴ്സ് അല്ല, അവന്റെ ഒക്കെ അപ്പൂപ്പന്മാരുടെ കയ്യിൽ നിന്ന് വരെ ഞങ്ങൾ തിരിച്ചു പിടിക്കും. ആ എന്നാ പിടിച്ചാട്ടെ. അപ്പ ഞാൻ നേരിട്ട് വന്നോളാ. എടോ സ്വാമിജി, തന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും. എന്റെ പേര് റാംബോ ചാക്കോച്ചൻ എന്നാ. ഞാനെങ്ങനെ അവസാനിപ്പിക്കും? നീയൊക്കെ അല്ലേ എന്റെ കൂട്ടത്തിലുള്ളത്. യുവതിയെ തട്ടിക്കൊണ്ടുപോയി നഗരത്തിലെ വ്യവസായ പ്രമുഖരും കോടീശ്വരനുമായ MRCയുടെ ഏകമകളെ സിറ്റി ടൈഗേഴ്സ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ഗൂഢസംഘം തട്ടിക്കൊണ്ടുപോയതായി അറിയുന്നു. കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസ് നഗരം മുഴുവൻ വലവീശി കഴിഞ്ഞിരിക്കുന്നു. പത്രത്തിലൊക്കെ വന്ന എല്ലാരും അറിയില്ല രാമേന്ദ്ര. പിന്നെ എല്ലാരും അറിയാൻ വേണ്ടിയിട്ടില്ല ഓരോന്ന് പത്രത്തിൽ വരുന്നത്. അല്ല, എല്ലാരും അറിഞ്ഞ്, പോലീസൊക്കെ അറിഞ്ഞ്. നിനക്ക് തീരെ പേടിയില്ലേ? എന്താ, നിനക്ക് പേടിയുണ്ടോ? എനിക്ക് കുറച്ച് പേടിയുണ്ട്. പിന്നെ എന്തിനാ എല്ലാത്തിനും എന്റെ കൂടെ തന്നെ നിന്നത്? നാട്ടിലേക്കാണ് കെട്ടിയെടുക്കരുതായിരുന്നോ? ഞാനിത് ആദ്യമായിട്ടില്ല രാമേന്ദ്ര. ഓ, പിന്നെ എന്റെ സ്ഥിരം തൊഴിലല്ലേ ഇത്. എനിക്ക് പോലീസിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ അവര് നമ്മളെ പിടിച്ചാൽ ശരിക്കും ഉപദ്രവിക്കില്ലേ? ആ, ഉപദ്രവിച്ചൊന്നും വരും. പക്ഷെ പോലീസ് വരുന്നതിന് മുമ്പ് MRC മുഴുവൻ പണവും മേടിച്ച് നമ്മളിവിടെ പറഞ്ഞു വെച്ചിരിക്കണം. എനിക്കൊരു സമാധാനമില്ല. നമ്മൾ അവളെ ഇപ്പൊ തന്നെ അങ്ങോട്ട് പറഞ്ഞേച്ചാലോ? എടാ, അവള് പോലീസിൽ വിവരം അറിയിച്ചാൽ നമ്മൾ അകത്താകലട വിട്ടി. ചെട്ടിയാരെ വരും. നീ കേട്ടല്ലേ അയാള് പറഞ്ഞേക്ക്. ഈ കൂട്ടത്തിൽ ആ ചെട്ടിയാരെയും തട്ടിക്കൊണ്ടുവരായിരുന്നു എങ്കിൽ അത്രയും സമാധാനം. കഴുതേ രാമേന്ദ്ര, മിസ്റ്റർ, ഒന്ന് ചിലക്കാരിക്കടി പിശാശേ. എന്റെ കൈയെല്ലാം വേദനിക്കുന്നു. കയറുകൊണ്ട് കെട്ടിയ കൈ വേദനിക്കും, അത് സാധാരണയാ. ഞാൻ വിളിച്ചു പോകും പറഞ്ഞേക്കാം. അയ്യ, നിന്റെ പട്ടി വരും. നീ വിളിച്ചു പോവേ, കേൾക്കാൻ ഇവിടെ പരിസരത്താരും താമസമില്ലടി. എടാ കൊരങ്ങ, മര്യാദയ്ക്ക് എന്നെ കെട്ടയക്ക്. എന്താ അത്ര കിളിക്കാൻ? എടി, നിനക്ക് ഞാൻ ആരാണെന്നറിയാമോ? ആരാടാ നീ? കളിക്കരുത്. എനിക്ക് ദേഷ്യം വന്ന ഒരൊറ്റ ചവിട്ടിനെ കൊന്നു കുഴിച്ചും കൂടി ഞാൻ. ആഹാ, കുഞ്ഞുകുട്ടാ, നീ ഇവിടെ നോക്കിക്കോ, ഞാൻ ഇപ്പൊ വരാം. ആഹാ, എന്താ നിങ്ങളേത്? ഇതാണ് കെനി ട്രാപ്പ്. ഇവിടെ കോയി കല്ലന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. കല്ലന്മാരെ പിടിക്കാൻ വേണ്ടി ഒരു പുതിയ വിദ്യ പരീക്ഷ നോക്കുക. രാത്രിയിൽ ഒലിച്ചു വരുന്ന കല്ലന്മാര് ഇവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചവിട്ടിയാ മതി, ആ നിമിഷം ട്രാപ്പിൽ വീഴും. ഹൗ ഇസ് മൈ ഐഡിയ? ഫാന്റാസ്റ്റിക്. പക്ഷെ അവിടെ തന്നെ ചവിട്ടണം. അങ്കിളുടെ ഒരു ഐഡിയേ. താങ്ക് യു വെരി മച്ച്. രാമചന്ദ്രൻ ആ പണത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. ഹേയ്, നല്ല കാര്യായി. അത് ഉടനെ ശരിയാവും. പിന്നെ എന്താ? എനിക്കിപ്പോ ബിസിനസിന്റെ ആവശ്യത്തിന് ഒരു ഫോൺ അത്യാവശ്യമാണ്. ഫോണില്ലാതെ ഒന്നും നടക്കുന്നുമില്ല. അതെ അതെ, അത്യാവശ്യമാണ്, വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഫോണുള്ള ഒരു ഫ്ലാറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് മാറിയാലോ? വെരി ഗുഡ് വെരി ഗുഡ്. മാറാനോ? അത് വേണ്ട, ഞങ്ങളുടെ ഫോൺ ഉപയോഗിക്കാം. അതെ, മുകളിൽ പ്ലഗ് പോയിന്റ് ഉണ്ടല്ലോ, ഞങ്ങളുടെ ഫോൺ എടുത്ത് അവിടെ വെക്കാം. ഞങ്ങൾക്ക് അധികം ഫോൺ കോൾസ് വരാറില്ല. ഫോണിന്റെ പേരും പറഞ്ഞ് താമസം മാറ്റണ്ട. യു ക്യാൻ യൂസ് മൈ ഫോൺ. എന്താ യെസ് യെസ്. കുട്ടി ഭയപ്പെടുമൊന്നും വേണ്ട കേട്ടോ. അവൻ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ കൊല്ലൂന്നൊക്കെ. കൊല്ലൊന്നുമില്ല. എന്നെ ഇങ്ങനെ ചിലപ്പോ ഓരോന്നൊക്കെ പറഞ്ഞ് അവൻ പേടിപ്പിക്കാറുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല, അവൻ ആള് വെറും പാവാ. എന്തിനാ എന്നെ കിഡ്നാപ്പ് ചെയ്തത്? എന്താ? എന്തിനാ എന്നെ തട്ടിക്കൊണ്ട് വന്നതെന്ന്? ഓ അങ്ങനെ. അത് കുട്ടിയെ തട്ടിക്കൊണ്ടു വന്ന കുട്ടിയുടെ അച്ഛൻ ചോദിക്കുന്ന പണം തരുന്ന ഒരാള് പറഞ്ഞേ. ഞങ്ങൾക്കാണെങ്കിൽ പണത്തിന് വളരെ അത്യാവശ്യമുണ്ട്. വാടക കൊടുക്കണം, ചെട്ടിയാർക്ക് കൊടുക്കണം. താഴത്തെ വീട്ടുകാരുടെ കാരുണ്യം കൊണ്ടാ വാടക കൊടുക്കാതെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കഴിയുന്നത്. കുട്ടിയുടെ അച്ഛൻ പണം തരുമല്ലേ? തരും തരും. എന്റെ ഒരുപാട് കാശുണ്ടായിരുന്നേ. കോവിലത്തുനിന്ന് വരുമ്പോ തോർത്ത് കെട്ടി. അച്ഛനെ അറിയാതെയല്ല, അച്ഛൻ തന്നെ തന്നതാണ്. അത് വരിക്കച്ചക്ക വാങ്ങിക്കാൻ വേണ്ടി പുറത്തു പോയിരുന്ന സമയത്ത് 2-3 ആളുകൾ വന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോയി. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതൊന്നും ചെയ്യില്ലായിരുന്നു.